പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായി ഇന്ന് ദൈവത്തിൽ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്രയും പ്രാപിച്ചത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് പൗലോസ് റോമിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഴുതി തന്നിരിക്കുന്നത്. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന റോമാലേഖനം 8-ാം അധ്യായം 12 തൊട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല അല്ലെങ്കിൽ കടക്കാരനാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. അല്ലെങ്കിൽ ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ എത്രയും പ്രാപിച്ചതെന്ന് പൗലോസ് പറയുമ്പോൾ, ഈ വചനത്തിന്റെ ആധികാരികമായ ചരിത്ര പശ്ചാത്തലങ്ങൾ വായിച്ച് മനസ്സിലാക്കി പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ന്യായപ്രമാണത്തിന് കീഴുള്ളവൻ പ്രായപൂർത്തിയാകാത്ത ശിശുക്കളെ പോലെയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയട്ടെ, ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ പ്രായപൂർത്തിയാകാത്ത ശിശുക്കളെ പോലെയാണ്. എന്നാൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ള ശിശുവിന്റെ ഹല്ലേലൂയ ആ സ്ഥാനത്തേക്കല്ല, പുത്രത്വത്തിന്റെ പദവിയിലേക്കാണ് സ്വീകരിക്കപ്പെടുന്നത്. അതായത് ദൈവ കുടുംബത്തിൽ പ്രായപൂർത്തിയായ ഒരു മകന്റെ സ്ഥാനത്തേക്ക് നിങ്ങൾ ദത്തെടുക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പം പുത്രത്വം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ പുത്രന്റെ പദവിയിലേക്ക് സ്വീകരിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെ സ്വീകരിക്കുന്നവർ ദൈവത്തെ അബ്ബാ പിതാവി എന്ന് വിളിക്കാൻ അവകാശമുള്ളവരാണ്. ന്യായപ്രമാണം അല്ലെങ്കിൽ അവകാശപ്പെടുന്ന വില കൊടുത്താണ് കർത്താവ് നമ്മെ ന്യായപ്രമാണത്തിന് കീഴിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയത്. ഹല്ലേലൂയ. അതേ സ്നേഹിത, ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമോ സ്വസ്ഥതയോ ഒന്നുമില്ലാതെ കിടന്ന ആ അവസ്ഥയിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്താൽ അവൻ നമ്മെ ന്യായപ്രമാണത്തിന് വിലയ്ക്ക് വാങ്ങി അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ തന്നു. നിങ്ങളിപ്പോൾ ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിനെ പ്രാപിച്ചവരാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ സ്വതന്ത്രമാക്കപ്പെട്ടവരാണ്, സ്വതന്ത്രരാണ്. അതുകൊണ്ട് ജീവിതം നിങ്ങൾ വീണ്ടും അടിമത്തത്തിലേക്ക് തള്ളിവിടാതെ അപ്പാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രന്റെ ആത്മാവിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആമീൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അനുഗ്രഹിക്കണമേ. ക്രിസ്തുയേശുവിൽ ലഭിച്ച ആ ഭാപിതാവിയുള്ള പുത്രത്തിന് ആത്മാവിൽ ജനം നിറയപ്പെടട്ടെ. സകലത്തിന്മേലും ദൈവനീതി വെളിപ്പെടുത്തുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.